ഏതൊക്കെ സ്റ്റേജസ് അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റേജസിൽ നിങ്ങൾ ഓരോ സെഗ്മെന്റിലും എത്ര ബഡ്ജറ്റുകൾ വെച്ച് പോയി കഴിഞ്ഞാലാണ് ഈ 20 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് തീർക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 20 ലക്ഷം രൂപയ്ക്ക് ആ വീടിനൊന്നും ആക്കി എടുക്കണം, ഫാമിലിക്ക് കയറി താമസിക്കാൻ പാത്രം, ഈ വീഡിയോയിൽ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾ ഓരോ സ്റ്റേജസിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നും ബേസിക് ആയിട്ട് അതിൻ്റെ ഒരു പ്ലാൻ എന്താണെന്നുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമ്മുടെ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് കാരണം അത് നമ്മൾ ഓരോ സ്റ്റേജസിലും ഇത്ര എമൗണ്ടേ നമ്മൾ സ്പെൻഡ് ആവുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ മലബാർ റീജിയൻ അല്ലെങ്കിൽ ചെങ്കലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെങ്കല്ല് വെച്ചുള്ള ഫൗണ്ടേഷനൊക്കെ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്. അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറയുകയാണ്. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഈ 2025 നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് ആ പറയുന്ന ഒരു ബഡ്ജറ്റിൽ നമുക്ക് വീട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മുടെ കൂടെ ഉള്ള ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, വീടില്ലാത്ത ആളുകൾ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും ഏതെങ്കിലും സോഷ്യൽ ഓർഗനൈസേഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ദേവഗിയമ്മ കോളേജ് ഓഫ് ആർക്കിടെക്ചറിൻ്റെ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഫാമിലിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങും അതിൻ്റെ സൂപ്പർവിഷൻ എന്നുള്ള രീതിയിലൊക്കെ ആറ്റിക് ലാബ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ എന്താ പറയുക, 20 ലക്ഷം രൂപയ്ക്ക് ഒരു ഔട്ട് ഹൗസ് പണിയുന്നതോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പണിയുന്ന ഒരു സ്ട്രക്ചറിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. തീർത്തും ഒരു സർവീസ് ആയിട്ട് നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു അത്ര ആവശ്യമുള്ള ഒരാൾക്ക് ഒരു 20 ലക്ഷം രൂപയ്ക്ക് അവർക്ക് കയറി കിടക്കാൻ പാകത്തിന് അവരുടെ സ്വപ്ന ഭവനം അല്ലെങ്കിൽ സ്വപ്നഗ്രഹം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് സ്വന്തമായിട്ട് ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 20 ലക്ഷം രൂപയ്ക്ക് ആ വീടിനൊന്നും ആക്കി എടുക്കണം, ഫാമിലിക്ക് കയറി താമസിക്കാൻ പാത്രം, അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഞാൻ ഏതൊക്കെ സ്റ്റേജസ് അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റേജസിൽ നിങ്ങൾ ഓരോ സെഗ്മെന്റിലും എത്ര ബഡ്ജറ്റുകൾ വെച്ച് പോയി കഴിഞ്ഞാലാണ് ഈ 20 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് തീർക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾ ഓരോ സ്റ്റേജസിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നും ബേസിക് ആയിട്ട് അതിൻ്റെ ഒരു പ്ലാൻ എന്താണെന്നുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് കൂടെ പറയാം. അപ്പോൾ ഞാൻ ആർക്കിടെക്ചറും ആറ്റിക് ലാബിനും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഡ്ജറ്റഡ് ആയിട്ട് വീട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഒരിക്കലും അതിൻ്റെ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് മോശം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ള രീതിയിലല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളതും നമ്മുടെ ഡ്യൂറബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡും മെറ്റീരിയലും വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. പലപ്പോഴും ബഡ്ജറ്റ് വീട് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ ബഡ്ജറ്റ് പോകുന്ന കാര്യങ്ങൾ എവിടേക്കെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്താണ് ബഡ്ജറ്റ് പോകുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ചെറിയ വിലയ്ക്ക് കിട്ടുന്ന പറമ്പൊക്കെ ആയിരിക്കും പോയി നോക്കുന്നുണ്ടാവുക. അപ്പോൾ പലപ്പോഴും അത് ഫിൽഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, അതായത് മണ്ണ് നിറച്ച് ഒരു കുഴി എഴുന്നിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കല്ല് വെട്ടിയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും, അവിടെ മണ്ണ് നിറച്ചിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള സ്ഥലങ്ങളാവുന്ന സമയത്ത് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് പകരം അവിടെ ഫൂട്ടിങ്ങോ കോൺക്രീറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള റാഫ്റ്റ് ഫൗണ്ടേഷനോ ഒക്കെ തരത്തിലുള്ള ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബഡ്ജറ്റ് മൊത്തമായിട്ട് കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ആളുകൾ സ്ലോപ്പിംഗ് റൂഫ് ചെയ്യണം, ഓടിടണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ലോപ്പിംഗ് റൂഫ്, ഓടിടുക, ഈ സ്റ്റീൽ വെച്ചുള്ള റൂഫ് ചെയ്യുക, ഇതെല്ലാം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ബഡ്ജറ്റ് റെസ്ട്രിക്ഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബഡ്ജറ്റിനെ തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫിനിഷസ് ചെയ്യുക, പുട്ടിയടിച്ച് പെയിൻ്റ് അടിക്കുന്ന പോലെയുള്ള പണികൾ, ടൈലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ആവശ്യത്തിലധികം ഉപയോഗിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ മരം യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. കാരണം നല്ല ലേബർ വരുന്നൊരു സാധനമാണ് മരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ മെറ്റീരിയൽ നമ്മൾ പ്ലാനിങ് തൊട്ട് നമ്മൾ പറമ്പ് ഓടിക്കുന്ന നോക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമ്മുടെ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് ഒത്തിരി പ്രൊജക്ഷൻസ് കാര്യങ്ങളൊന്നും വരാതെ മാക്സിമം റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഫോർമാറ്റിലൊക്കെ ഉള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ ഒരു കോസ്റ്റ് ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലത്. എന്ന് വെച്ച് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യരുത് എന്നല്ല, നമ്മൾ എത്രത്തോളം നമുക്ക് കോസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ടീമും നിങ്ങളുടെ ഡിസൈനറും നിങ്ങളെല്ലാം കൂടെ ഇരുന്ന് നിങ്ങളും
കൂടെ ഇരുന്നിട്ട് വേണം ഇതിൻ്റെ ഒരു പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. കാരണം ഒത്തിരി പ്രൊജക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ മുമ്പേ നിങ്ങൾ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പറമ്പ് മേടിച്ചിട്ടുണ്ടാവും. ഓൾറെഡി പറമ്പുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇതിന് പുറമെ പറമ്പ് മേടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം ഉറച്ച മണ്ണുള്ള സ്ഥലങ്ങൾ, ഉറച്ച ഭൂമിയായിട്ടുള്ള സ്ഥലങ്ങൾ എടുക്കുക. ചെളിയില്ല, ലാൻഡ് ഫിൽഡ് ആയിട്ടുള്ള ലാൻഡ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. കാരണം ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് നമ്മുടെ ഫൗണ്ടേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ, നമ്മൾ കരിങ്കല്ലൊക്കെ ഇട്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ മലബാർ റീജിയൻ അല്ലെങ്കിൽ ചെങ്കലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെങ്കല്ല് വെച്ചുള്ള ഫൗണ്ടേഷനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നല്ല അത്യാവശ്യം ഉറച്ച ഭൂമിയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു സ്റ്റേജ് തൊട്ട് നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒത്തിരി സ്റ്റേജസ് ആയിട്ടാണ്. നമ്മുടെ ഫൗണ്ടേഷൻ്റെ വർക്ക്, നമ്മുടെ മുകളിലേക്കുള്ള സൂപ്പർ സ്ട്രക്ചർ, അതിൻ്റെ മുകളിൽ നമുക്ക് റൂഫിംഗ് ചെയ്യുന്നത്, നമ്മുടെ ഫിനിഷസ് ചെയ്യുന്നത്, നമ്മുടെ ഫ്ലോറിംഗ് ചെയ്യുന്നത്, നമ്മുടെ ജോയിനറി ചെയ്യുന്നത്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള പെയിൻറ്റിങ് ഫിനിഷസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും നിങ്ങൾ എത്രയൊക്കെ എമൗണ്ടുകളാണ് ഇതിനെ എത്രയൊക്കെ പെർസെൻറ്റേജ് എമൗണ്ടുകൾ നിങ്ങൾ മാറ്റി വെച്ചാണ് ഇതിനെ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം അത് നമ്മൾ ഓരോ സ്റ്റേജസിലും ഇത്ര എമൗണ്ടേ നമ്മൾ സ്പെൻഡ് ആവുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൂടെ എന്തായാലും ഇട്ടിട്ടുണ്ട്. ലാൻഡ് പ്രിപ്പറേഷൻ ആൻഡ് ഫൗണ്ടേഷൻ, അതായത് നമ്മുടെ പറമ്പ് ലെവലാക്കുന്ന പണികൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പറമ്പ് മേടിക്കുന്ന സമയത്ത് ഒത്തിരി സ്ലോപ്പ് ആയിട്ടുള്ള സൈറ്റ് ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി എന്താ പറയുക ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സ്ഥലങ്ങൾ വന്നാൽ നമുക്ക് കോസ്റ്റ് വരാൻ സാധ്യത ഉണ്ട്. നമുക്ക് മാക്സിമം ഇതിൽ സ്പെൻഡ് ആക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 3 ലക്ഷം രൂപയായിരിക്കും. അതായത് നമ്മുടെ ലാൻഡ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഫൗണ്ടേഷന്റെ വർക്കുകൾ തീർക്കുന്നതിന് നമുക്കൊരു 3 ലക്ഷം രൂപയായിരിക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറയുന്ന സമയത്ത് വീടിന്റെ ഏരിയനെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 800 to 1000 സ്ക്വയർ ഫീറ്റ് റേഞ്ചിലായിരിക്കണം നിങ്ങൾ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്കൊരു 2 ബെഡ്റൂമുള്ള വീട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. 2 ബെഡ്റൂം, ഒരു ലിവിംഗ്, കിച്ചൺ, ഡൈനിങ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ടോയ്ലറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോസ്റ്റ് വരുന്ന ഒരു സാധനമാണ്. കിച്ചൺ അതുപോലെ തന്നെ കോസ്റ്റ് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ കിച്ചൺ ഒപ്റ്റിമൈസ് ആക്കി വെക്കുക. ടോയ്ലറ്റ് ആവശ്യമെങ്കിൽ മാത്രം 2 ടോയ്ലറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ടോയ്ലറ്റ് ചെയ്താൽ മതി. പിന്നെ പലപ്പോഴും 2 ഡിഫറെൻറ്റ് ഇന്നത്തെ ഒരു ലിവിംഗ് സ്റ്റൈലിൽ നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഒപ്റ്റിമം സൈസിൽ 2 ടോയ്ലറ്റ് കൂടെ നമ്മൾ ചെയ്യുന്നതിനകത്ത് തെറ്റില്ല. ഒന്നുകൂടെ ഓർക്കുക, നമുക്ക് മാക്സിമം ഒരു 3 ലക്ഷം രൂപയാണ് നമ്മൾ അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യേണ്ടത്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ വർക്കാണ്. അതായത് നമുക്ക് ഇതിൻ്റെ പടവുകൾ, ചുവരുകളെല്ലാം കെട്ടുക, അതിൽ നമുക്ക് അതിൻ്റെ ലിൻഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിൻ്റെ മുകളിൽ നമ്മൾ അതിൻ്റെ റൂഫ് ചെയ്യുക. ഈ ഒരു സ്റ്റേജിന് നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യേണ്ട ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 8 ലക്ഷം രൂപയായിരിക്കണം. എന്നാൽ അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ബഡ്ജറ്റ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒത്തിരി വലിയ ഓപ്പണിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പണിങ്ങിലൊക്കെ വലിയ ബീമുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് അവോയ്ഡ് ചെയ്ത് ചെറിയ ചെറിയ ഓപ്പണിങ്ങുകളാക്കി കൊടുക്കുന്നതായിരിക്കും ഒത്തിരി വലിയ ബീമുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നല്ലതായിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ലിൻഡലൊക്കെ നിങ്ങൾക്ക് വളരെ മിനിമം ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റൂഫിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ വേണമെന്നുള്ളത് പറഞ്ഞുതരാം. എന്തായാലും ഈ സ്ട്രക്ചർ മുഴുവനായിട്ട് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ, ഷെയ്ഡ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. റൂഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം സ്ലോപ്പിംഗ് റൂഫ് ആവുന്ന സമയത്ത് വീണ്ടും നമുക്ക് കോൺക്രീറ്റിൻ്റെ ലേബറും കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി ഏരിയ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള റൂഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബഡ്ജറ്റിനകത്ത് നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം സ്റ്റീലിൻ്റെ കോസ്റ്റ്, അതിൻ്റെ മുകളിലിടുന്ന റൂഫ് ടൈല്, ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെയൊക്കെ ഫിനിഷസും കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് നല്ലൊരു കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 8 ലക്ഷം രൂപയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തീർക്കുക, അതായത് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ വർക്ക് 8 ലക്ഷം രൂപയിൽ തീർക്കണമെങ്കിൽ ഇതിനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലാബ്, കോൺക്രീറ്റ് സ്ലാബ് ഇടുക എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മുകളിലേക്ക് പൊക്കണം തോന്നിക്കഴിഞ്ഞാൽ പൊക്കാനോ അല്ലെങ്കിൽ ഒരു സ്ലോപ്പിംഗ് റൂഫ് അതിൻ്റെ മുകളിൽ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ബഡ്ജറ്റ് വരുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന ചൂടൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനൊക്കെ പറ്റും. ഏതായാലും ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഉദ്ദേശ ബഡ്ജറ്റിൽ തീർക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നന്നാവുക. നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഡോർ ആൻഡ് വിൻഡോസ്, ജനലുകളും വാതിലുകളും, അപ്പോൾ ഇതിന് നമുക്ക് പല രീതിയിൽ ആലോചിക്കാം. നമുക്ക് UPVC, അലുമിനിയം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ UPVC, അലുമിനിയം ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ഗ്രില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. ഗ്രില്ല് വേറെ സെക്യൂരിറ്റി കൺസേണിന്. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ കോസ്റ്റ് കൂടുക ചെയ്യാം. വുഡിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക വേണ്ട എന്നുള്ളതേ ഞാൻ സജസ്റ്റ് ചെയ്യൂ. നമുക്ക് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺക്രീറ്റിൻ്റെ കട്ടിലകൾ കിട്ടും. ഇപ്പോൾ വിൻഡോ ആണെങ്കിൽ കോൺക്രീറ്റിൻ്റെ കട്ടിലകൾ വിത്ത് കള്ളികളെല്ലാം കിട്ടും. ഡോറിനാണെങ്കിൽ അതിൻ്റെ ഫ്രെയിമും കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് പിന്നെ നമുക്ക് പിന്നീട് അലുമിനിയത്തിലുള്ള ഷട്ടറുകളൊക്കെ ചെയ്ത് കൊടുക്കുകയായിരിക്കും. ഒരു വേ ഓഫ് തിങ്കിങ്, ഒരു രീതിയിൽ നമുക്ക് ബഡ്ജറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ സ്റ്റീലിൽ ചെയ്യാം. സ്റ്റീലിൽ ചെയ്യുമ്പോഴേക്കും ജനലുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫ്രെയിമും ഇതിൻ്റെ പൊളി കൂടെയാണ് വരിക. നമുക്ക് പിന്നീട് ഗ്ലാസ് മാത്രം ഇടുക എന്നുള്ളൊരു പണി മാത്രമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വാതിലുകളാണെങ്കിൽ നമുക്ക് കട്ടിലകൾ ചെയ്ത് വെക്കുന്ന രീതി ആലോചിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഫ്രെയിം ആൻഡ് ഡോർ ആയിട്ടുള്ള ഫ്ലഷ് ഡോറുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ലൊക്കേഷനിലേക്ക്
രൂപയ്ക്ക് മാക്സിമം നല്ലൊരു ബഡ്ജറ്റിൽ ഏത് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് നിങ്ങളുടെ ബിൽഡറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ആളുകളുടെ അടുത്ത് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അതിനുവേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്ന ഒരു 2 ലക്ഷം രൂപയായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ പറയുന്ന ഈ ബഡ്ജറ്റിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്. അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറയുകയാണ്. കാരണം ഇലക്ട്രിക്കൽ കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞായിരിക്കും ശരിക്കും പ്ലംബിംഗ് ചെയ്യുന്നത്. എന്നാലും ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മെറ്റീരിയലും ലേബറും കൂടെ ഒക്കെ നമുക്ക് എത്ര കോസ്റ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വളരെ മിനിമം പോയിന്റ്സ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. കാരണം നമ്മൾ കാണാതെ ഏറ്റവും കോസ്റ്റ് വരുന്ന ഒരു ബിൽഡിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മിനിമം ആയിട്ടുള്ള പ്ലഗ് പോയിന്റുകളും സ്വിച്ചസും കാര്യങ്ങളും കൊടുത്ത് നിങ്ങളത് ചെയ്തെടുത്തേക്കുക. ഇനി പ്ലംബിംഗ് ആണെങ്കിലും ഇതെല്ലാം നല്ല മെറ്റീരിയൽ തന്നെ എടുക്കണം എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ഇതിനുള്ള പോയിന്റുകളും കാര്യങ്ങളൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ ടോയ്ലറ്റിൽ വരുമ്പോഴേക്കും അൺവാണ്ടഡ് ആയിട്ട് ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള പണികളൊന്നും ചെയ്യേണ്ട. പ്രഷർ ലൈനുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. മിനിമലായിട്ട് നമുക്കൊരു ടേപ്പ് തുറന്നാൽ വെള്ളം കിട്ടും. ഓക്കെ, നമ്മുടെ ഷവറോ കാര്യങ്ങളോ വേണമെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു ഷവറൊക്കെ വെക്കുക എന്നുള്ള രീതിയിൽ മാത്രം ആലോചിക്കുന്നതായിരിക്കും നന്നാവുക. ഇതിനും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രിക് ആൻഡ് ലേബർ, അതിൻ്റെ മെറ്റീരിയലും ലേബറിനൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 1.5 ലക്ഷം രൂപയായിരിക്കണം. അല്ലെങ്കിൽ ആ എമൗണ്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മളിതിൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫിനിഷസ്, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുക, പെയിന്റ് അടിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുട്ടി നമുക്ക് ഒഴിവാക്കാം. പ്ലാസ്റ്റർ ചെയ്യുന്നത് തന്നെ നമുക്കിപ്പോൾ ഈ ചെങ്കല്ലൊക്കെ വെച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ രസമായിട്ട് ഇന്റർലോക്കിംഗ് ബ്ലോക്കുകളൊക്കെ വെച്ച് ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാക്സിമം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫിനിഷസ് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് മിനിമലായിട്ട് നീറ്റായിട്ട് പെയിന്റ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ഫിനിഷസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ നല്ലതാവണത്. അതുപോലെ തന്നെ ഈവൻ ഇപ്പോൾ സ്ലാബൊക്കെ കോൺക്രീറ്റ് ആണെങ്കിൽ അതിൽ ബേസിക് ആയിട്ടുള്ള പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളും ചെയ്ത് വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് ബേസിക് ഫിനിഷേഴ്സ് ഒക്കെ ചെയ്ത് എടുക്കാതെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ തന്നെയാണ്. അപ്പോൾ ആ 2 ലക്ഷം രൂപയിൽ ഈ കാര്യങ്ങളെല്ലാം തീർക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു മിസ്ലേനിയസ് ഫണ്ടും ഒരു അഡീഷണൽ ലേബറും നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഫർണിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു കോസ്റ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കാണ് നിങ്ങൾക്ക് ഇതൊരു 20 lakhs ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുക. ഇനി ഇതിന് ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ളത് കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ, അത് കരിങ്കല്ല് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ കരിങ്കല്ല് ഉപയോഗിച്ച് ചെയ്യാം. ചെങ്കല്ല് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചെങ്കല്ല് ഉപയോഗിച്ച് ചെയ്യാം. അതല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ഫൗണ്ടേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിനകത്ത് അത് തീരാതെ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ തീരില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാർഗ്ഗങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ മാക്സിമം ഞാൻ ഈ പറഞ്ഞ, അതായത് പറമ്പ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഇതിലേക്ക് ചെയ്തിട്ടുള്ള പ്ലാൻ അതിനനുസൃതമായിരിക്കണം. അത് കഴിഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ഈ പറഞ്ഞ കോസ്റ്റിനകത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഇതിൻ്റെ സ്ട്രക്ചർ ഞാനൊരു 8 ലക്ഷം രൂപയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ആ ഒരു റേഞ്ചിലെത്താൻ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഏറ്റവും ലോക്കലായിട്ട് നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചെങ്കല്ല് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെങ്കല്ല് എടുക്കാം. അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സിമെന്റ് ബ്ലോക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്ക് ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ബ്ലോക്കുകൾ കിട്ടിയെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. അത് ഇന്റർലോക്കിംഗ് ബ്ലോക്കുകൾ നിങ്ങൾക്ക് സിമെന്റിലും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രിക്കിലും മഡിലും കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിമെന്റിനാണ് അത് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റിലെ ഒരു വരി വെക്കുന്നതിന് മാത്രം സിമെന്റ് മതി. അത് കഴിഞ്ഞാൽ സിമെന്റ് ഫ്രീ ആയിട്ടാണ്, ഇത് ഇന്റർലോക്ക് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ അടുത്ത ലിൻഡലിൽ മാത്രമായിരിക്കും നമുക്ക് അടുത്തൊരു വർക്ക് വരുന്നത്. നമ്മൾ ചെങ്കല്ലോ അല്ലെങ്കിൽ സിമെന്റ് ബ്ലോക്കോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ സിമെന്റും മണ്ണും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു മെറ്റീരിയലും ലേബറൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇന്റർലോക്കിംഗ് ബ്ലോക്ക് ആണെങ്കിൽ വർക്കും കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും. അത് ചെയ്യാൻ അറിയുന്ന ആളുകളെ തന്നെ നിങ്ങൾ ഹയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിനെ നമുക്ക് ഈ പറയുന്ന ഒരു ബഡ്ജറ്റിനകത്ത് തീർക്കാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെ ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ ലിൻഡലും അതിലേക്ക് കോൺക്രീറ്റും ഒക്കെ മിനിമം ഡെപ്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്നത്. ഇത് ജോയിനറിയാണ്. ഞാൻ അതിൻ്റെ പ്രൈസ് പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതായത് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ തന്നെയാണ് ഇപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. വുഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അതിന് നല്ലൊരു ലേബറും അതിൻ്റെ ഫിനിഷിങ്, അത് പോളിഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഒരു കോസ്റ്റ് വരാനാണ് സാധ്യത ഉള്ളത്. ഞാൻ 100% വുഡ് കയ്യിലുണ്ടെങ്കിലും അതിന് വേറെ ഏതെങ്കിലും രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതെന്നായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇനി ഫ്ലോറിംഗ് എടുത്തു കഴിഞ്ഞാൽ പല ആളുകളും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, മാർബിൾ ചെറിയ പൈസയ്ക്ക് കിട്ടാനുണ്ട്, അത് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ചെറിയ എമൗണ്ടിന് കിട്ടാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രാനൈറ്റ് എന്തായാലും ഭയങ്കര ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന സാധനമാണ്. നമ്മൾ ഈ ഒരു വീടിനകത്ത് ചെറിയ വീടും കൂടെ ആയതുകൊണ്ട് ഞാൻ ഗ്രാനൈറ്റ് സജസ്റ്റ് ചെയ്യില്ല എന്തായാലും. മാർബിളും നിങ്ങളത് എടുത്ത് പോളിഷ് ചെയ്ത് വരുമ്പോഴേക്കും കോസ്റ്റ് കൂടുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ 2025 നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും ഏറ്റവും ബഡ്ജറ്റഡ് ആയിട്ട് നമുക്ക് ഫ്ലോർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വിട്രിഫൈഡ് ടൈലാണ്. നിങ്ങൾക്കൊരു 30 രൂപ 35 രൂപ തൊട്ട് നിങ്ങൾക്ക് വിട്രിഫൈഡ് ടൈൽ അവൈലബിൾ ആണ്. അത് ഈസി ആയിട്ട് നമുക്ക് സിമെന്റിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. സൈസ് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഒരു 2x2 സൈസോ അല്ലെങ്കിൽ 2x4 സൈസിന് മുകളിലേക്കുള്ള സൈസുകൾ
നിങ്ങൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ടൈലിൻ്റെ കോസ്റ്റും കൂടും, ലേബർ കോസ്റ്റും കൂടും, അത് ഒട്ടിക്കുന്ന ഗമ്മ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് എക്സ്പെൻസീവ് ആയി മാറും. അപ്പോൾ മാക്സിമം ഒരു 4x2 അല്ലെങ്കിൽ 2x2 സൈസിൽ നിങ്ങൾ സിമെന്റിൽ ടൈല് ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ ആ പറഞ്ഞ റേഞ്ചിൽ നിങ്ങൾക്ക് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ പല ആളുകളും റെഡ് ഓക്സൈഡിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പഴയ മൊസൈക്കിൻ്റെ വർക്കൊക്കെ ചോദിക്കാറുണ്ട്. റെഡ് ഓക്സൈഡ് ഒക്കെ ഇപ്പോൾ മെറ്റീരിയലിന് കോസ്റ്റ് കുറവാണെങ്കിൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വൃത്തിയായിട്ട് അത് ചെയ്തെടുക്കണമെങ്കിൽ അതിന് വരുന്ന ലേബർ കൂടുതലായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതല്ലാന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര ചീപ്പായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ അതിനെ ഭംഗിയായിട്ട് ഫിനിഷൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അതൊരു പ്രീമിയം ഫിനിഷ് ആയിട്ടാണ് ഈ റെഡ് ഓക്സൈഡ് ഒക്കെ ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൊസൈക്ക് എന്നൊക്കെ പറയുന്നത്, ടെറാസോ എന്നൊക്കെ പറയുന്ന ഫിനിഷസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ ബഡ്ജറ്റിൽ തീർക്കാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വിട്രിഫൈഡ് ടൈലാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രാൻഡുകൾ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ മാർക്കറ്റിൽ നോക്കിയിട്ട് നല്ല ബ്രാൻഡുകൾ ചൂസ് ചെയ്യുക. അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡുകൾ നോക്കി ചൂസ് ചെയ്യുക. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് ഒപ്റ്റിമം ആയിട്ട് മിനിമം ക്വാണ്ടിറ്റിയിൽ പ്ലാൻ ചെയ്തെടുക്കുക. അതുപോലെ ഫിനിഷസ് ചെയ്തെടുക്കുമ്പോഴേക്കും മാക്സിമം ഇതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക, പുട്ടിയിട്ടാലേ അത് ഫിനിഷ് ആവും എന്നൊക്കെ ഉള്ള ധാരാളം ആളുകളുണ്ട്. നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എക്സ്പോസ്ഡ് ഫിനിഷൊക്കെ കൊടുത്ത് കാണാൻ ഭംഗിയുള്ളതും എന്നാൽ മിനിമം മെയിൻ്റെനൻസ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഇതിൻ്റെ ലേബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേബറാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് DIY എന്ന് പറയും, ഡു ഇറ്റ് യുവർ സെൽഫ്. നമുക്ക് ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ലേബർ കോസ്റ്റ് ഒഴിവാക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് തറയിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നത്, അതായത് ടെക്നിക്കലി നമുക്ക് അതിന് എക്സ്പീരിയൻസ് വേണം എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്കോ നിങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ടീമൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് ആ പറയുന്ന ഒരു ലേബർ കോസ്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ, ഇപ്പോൾ പല ഇത്തരത്തിലുള്ള പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല സോഷ്യൽ കൂട്ടായ്മകളും അതിൽ പാർട്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹെൽപ്പൊക്കെ കിട്ടുന്ന കണ്ടീഷനിലുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്ലാൻ ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ കർവുകളും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്ലാൻ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകൾ ഉണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാം. നമ്മൾ റീക്ലെയിംഡ് വുഡ്, റീക്ലെയിംഡ് ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞതുപോലെ ജനലുകൾ, വാതിലുകളൊക്കെ റെഡിമെയ്ഡായിട്ട് ഏതെങ്കിലും പഴയ വീടിൻ്റെയൊക്കെ മാറ്റി വെച്ചതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ തീർച്ചയായിട്ടും അത് തപ്പി നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ഇത്തരത്തിലുള്ള റീക്ലെയിംഡ് പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ഷോപ്പുകളൊക്കെ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റൈലും ഒരു രസമായിട്ട് ഒരു നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് അതൊക്കെ ഈസിലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 20 ലക്ഷം രൂപയ്ക്ക് വീട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ആറ്റിക് ലാബ് എന്ന് പറയുന്നത് ഒരു കൺസൾട്ടേഷൻ ഫേമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാനൊക്കെ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഉള്ള ഇത്തരത്തിലുള്ള, അതായത് നിങ്ങളൊരു ഔട്ട് ഹൗസോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക ഒരു റിസോർട്ട് ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ഹോമൊക്കെ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക ഈ പറയുന്ന സ്ക്വയർ ഫീറ്റ് ഈ പറയുന്ന എമൗണ്ടിൽ തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം നമ്മൾ അതിനകത്ത് ഡിസൈനിങ് ഇൻവോൾവ് ആണ്, അതിനകത്ത് സൂപ്പർവിഷൻസ് ഇൻവോൾവ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെറ്റീരിയലും കാര്യങ്ങളും ഉപയോഗിച്ച് അത് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇത് ഞാനൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള രീതിയിൽ നമുക്ക് ഇത്രയും ബഡ്ജറ്റിൽ ഒരു ആവശ്യക്കാരനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ നമുക്ക് ഒരു വൃത്തിയായിട്ട് അവർക്കൊരു സാധനം ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ജെന്യുവനായി തോന്നുകയാണെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് സർവീസ് നമ്മുടെ സൈഡിൽ നിന്നും ഡെഫിനറ്റായിട്ട് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ 20 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ ഒരു വീട് ഈ ഒരു വർഷത്തിലൊക്കെ ചെയ്തെടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു വേർഡ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.